ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് വർക്ക്ഷോപ്പ് സേഫ്റ്റിയുടെ ക്ലാസിഫിക്കേഷനിലാണ്. വർക്ക്ഷോപ്പ് സേഫ്റ്റിയെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ജനറൽ സേഫ്റ്റി, പേഴ്സണൽ സേഫ്റ്റി, മെഷീൻ സേഫ്റ്റി. അപ്പോൾ ഇതിൽ എന്താണ് ജനറൽ സേഫ്റ്റി എന്ന് നമുക്ക് ആദ്യം നോക്കാം. ജനറൽ സേഫ്റ്റി ഏതൊരു ജോലി സ്ഥലത്തും പാലിക്കേണ്ട പ്രാഥമിക സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജനറൽ സേഫ്റ്റി വിഭാഗത്തിൽ പെടുന്നത്. വർക്കിംഗ് ഇൻഡസ്ട്രിയെ ആശ്രയിച്ച് പ്രാഥമികമായി പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പലതരത്തിലാണുള്ളത്. അതിൽ ചിലത് മാത്രമേ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കീപ് ദ ഫ്ലോർ ഏരിയ ക്ലീൻ ആൻഡ് ഡ്രൈ. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിൻ്റെ ഫ്ലോറ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഫ്ലോറ് എപ്പോഴും ക്ലീൻ ആൻഡ് ഹൈജീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അനാവശ്യമായിട്ട് നിലത്ത് അല്ലെങ്കിൽ ഫ്ലോറിൽ പോയിരിക്കുന്ന ഓയിൽ, ഗ്രീസ്, കൂളൻ്റ് അങ്ങനെയുള്ള സോൾവെൻസ് എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്ത് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രൊവൈഡ് പ്രോപ്പർ ലൈറ്റ് ആൻഡ് വെൻറ്റിലേഷൻ അറ്റ് ദ വർക്ക് പ്ലേസ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ശരിയായ വണ്ണം വെളിച്ചവും വായുസഞ്ചാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. യൂസ് റൈറ്റ് ടൂൾസ് ഫോർ റൈറ്റ് ജോബ്സ്. ഓരോ വർക്കിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അങ്ങനെ മാത്രം ടൂൾസ് യൂസ് ചെയ്യുക. ടൂൾസ് വർക്ക്ഷോപ്പിൽ തോന്നിയ വണ്ണം യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇഞ്ചുറീസ് വരുത്തി വെക്കാണ്ടിരിക്കുക. പ്ലേസ് ടൂൾസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ആഫ്റ്റർ യൂസ്. ഓരോ വർക്ക് കഴിഞ്ഞതിന് ശേഷം ടൂൾസ് ക്ലീൻ ചെയ്ത് അതാത് സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കുക. വലിച്ചു വാരി ഇട്ടിട്ട് പോകാണ്ടിരിക്കുക. അതാത് സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കുക. വർക്ക്ഷോപ്പിലെ ടൂൾസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് പേഴ്സണൽ സേഫ്റ്റി. പേഴ്സണൽ സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പാലിക്കേണ്ട ക്രമീകരണങ്ങളാണ് പേഴ്സണൽ സേഫ്റ്റിയിൽ വരുന്നത്. അപ്പോൾ അതിൽ ചിലത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചെക്ക് ഫോർ ലൂസ് ക്ലോത്തിങ് ബിഫോർ ഹാൻഡ്ലിങ് എ മെഷീൻ. അതായത് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കയറുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡ്രസ്സിങ് ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ലൂസ് ക്ലോത്തിങ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ഫുൾ സ്ലീവ്, ഷോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കേണ്ടതുണ്ട്. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് വർക്ക് ആരംഭിക്കാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്സിൻ്റെ ഇടയിൽ ഈ ലൂസ് ക്ലോത്തിങ് പെട്ടിട്ട് നമുക്ക് ഇഞ്ചുറീസ് പറ്റാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ്, വാച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പിലേക്ക് കയറുമ്പോൾ അവോയ്ഡ് ചെയ്യാം. രണ്ടാമത്തെ, നെവർ സ്റ്റാൻഡ് ഓർ വാക്ക് അണ്ടർ എ സസ്പെൻഡഡ് ലോഡ്. ഒരു കാരണവശാലും ഒരിക്കലും കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഭാരത്തിൻ്റെ അടിയിലൂടെ അനാവശ്യമായി സഞ്ചരിക്കാനോ അനാവശ്യമായി അതിൻ്റെ അടിയിൽ പോയിരിക്കാനോ പാടില്ല. അത് നമുക്ക് ഇഞ്ചുറീസ് വരുത്തി വയ്ക്കും. അപ്പോൾ അത് ഒഴിവാക്കുക. നെവർ ഹാൻഡിൽ എനി ഇലക്ട്രിക്കൽ ഡിവൈസസ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. നനഞ്ഞ കൈകൊണ്ട് ഒരിക്കലും ഇലക്ട്രിക്കൽ ഡിവൈസസ് സ്പർശിക്കാനോ ഇലക്ട്രിക്കൽ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാനോ ശ്രമിക്കരുത്. ഷോക്ക് ഏൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പേഴ്സണൽ സേഫ്റ്റി എപ്പോഴും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ, ഡോണ്ട് അഡ്ജസ്റ്റ് ക്ലാംസ് ഓർ ഹോൾഡിംഗ് ഡിവൈസസ് വൈൽ ദ മെഷീൻ ഈസ് ഇൻ മോഷൻ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നൊരു മെഷീൻ മൂവായി തുടങ്ങിയതിന് ശേഷം അത് ഹോൾഡ് ചെയ്യുന്ന ഡിവൈസോ അല്ലെങ്കിൽ അത് ക്ലാമ്പ് ചെയ്യുന്ന ഡിവൈസോ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാണ്ടിരിക്കുക. നമുക്ക് ഇഞ്ചുറീസ് പറ്റാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാനുള്ള ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് മെഷീൻ സേഫ്റ്റി. അപ്പോൾ മെഷീൻ സേഫ്റ്റിയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോ യുവർ മെഷീൻ. ഫെമിലിയറൈസേഷൻ പ്രിവെൻറ്റ്സ് ഇൻകറക്റ്റ് യൂസ്. അതായത് നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ട മെഷീനെ പറ്റി യാതൊരു ധാരണയും ഇല്ലാതെ അതൊരിക്കലും ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലെങ്കിൽ ഒരിക്കലും നമ്മളത് വർക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്കറിയാത്തൊരു വർക്ക് ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കരുത്. രണ്ടാമത്തേത്, ചെക്ക് ദ ഓയിൽ ലെവൽ ബിഫോർ ഓപ്പറേറ്റിംഗ് ദ മെഷീൻ. ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഓയിൽ ലെവൽ നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓയിൽ ലെവൽ മാക്സിമത്തിലാണോ മിനിമത്തിലാണോ. മിനിമത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു വർക്ക്ഷോപ്പിൽ കയറി ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ, സ്വിച്ച് ഓഫ് ദ മെഷീൻ വൈൽ എനിത്തിങ് വെൻറ്റ് റോങ്. എന്തെങ്കിലും അപകട സാധ്യത നമ്മൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, മെഷീൻ ഓഫ് ചെയ്യുക. അല്ലാതെ അത് കൂടുതൽ നേരം പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കരുത്. അപകടങ്ങൾ പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തെങ്കിലും അപകട സൂചന നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെഷീൻ ഓഫ് ചെയ്തേക്കുക. മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഗാർഡ്സ് ആർ ഇൻ പൊസിഷൻ ബിഫോർ ഓപ്പറേറ്റിംഗ് ദ മെഷീൻ.
ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന് മുന്നേ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ഗാർഡ്സ് കറക്റ്റ് പൊസിഷനിൽ തന്നെയാണോ, അത് യഥാക്രമം ശരിയാണോ എന്ന് തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നതിന് ശേഷം അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മെഷീൻ പ്രവർത്തിപ്പിക്കുക. അപകടങ്ങൾ വരുത്തി വെക്കാണ്ടിരിക്കുക. സേഫ്റ്റി എപ്പോഴും നോക്കുക. Safety rules. A set of rules and practices mean for a technician to work safely are safety rules. Safety doesn't just happen. It has to be organized and achieved like the work process of which it forms a part. Safety rules are essential. They contribute to efficiency and safety of the job. ഒരു ടെക്നീഷ്യൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പാലിക്കേണ്ട നിയമങ്ങളെയും ശീലങ്ങളെയും സേഫ്റ്റി റൂൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായും സംഭവിക്കേണ്ട ഒരു കാര്യമല്ല സേഫ്റ്റി. അത് അത്യാവശ്യമായി വളർത്തിയെടുക്കേണ്ട ഒരു ശീലം തന്നെയാണ്. സേഫ്റ്റി ഈസ് എ കൺസെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സേഫ്റ്റി ഈസ് എ ഹാബിറ്റ്, കൾട്ടിവേറ്റ് ഇറ്റ്. സുരക്ഷ എന്ന ആശയത്തെ മനസ്സിലാക്കൂ, സുരക്ഷ എന്ന ശീലത്തെ വളർത്തൂ.